ബീഹാറിൽ പോരാട്ടം കനക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് 6-ാം തീയതി ജനവിധി രേഖപ്പെടുത്തുക. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഇന്ന് ഈ ഒരു പകൽ മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ NDAക്ക് വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പട്നയിലെ മെഗാ റോഡ് ഷോ, ആഭ്യന്തരമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി, കൂടാതെ കഴിഞ്ഞ ദിവസം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിക്കൊണ്ട് വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പ് റാലികളോടെ വ്യക്തമായ മേൽക്കൈ നേടാൻ NDAക്ക് സാധിച്ചു. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബീഹാറിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ബീഹാറിനെ വികസനത്തിലേക്ക് നയിക്കുന്നതിന് സ്ത്രീകൾക്കും യുവാക്കൾക്കും നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, ഇനി ഭരണ തുടർച്ച നേടിയാൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതികൾ, ഇവയെല്ലാം വിശദീകരിച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡുമായാണ് BJP, JDU, LJP സ്ഥാനാർത്ഥികൾ, അതായത് ND സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. കൂടാതെ വളരെ കൃത്യമായും RJDയുടെ ജംഗിൾ രാജ് ഭരണം, മുൻപ് ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടം, അക്രമവും തോക്കുകൾ കഥ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ തോക്കുകൾ ഭരണം നടത്തിയിരുന്ന ബീഹാറിന്റെ ജംഗിൾ രാജ് ഭരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് NDAയുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ മേൽക്കൈ പ്രചാരണത്തിൽ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ മേൽക്കൈ നേടാൻ NDAക്ക് സാധിച്ചു. പട്ന, വൈശാലി, നളന്ദ, മുസഫറാപൂർ തുടങ്ങി 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ്. ഒപ്പം RJD, ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ അവിടെ RJD അതിശക്തമായിട്ടുള്ള പോരാട്ടം പല മണ്ഡലങ്ങളിലും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ടേമുകളിൽ അധികമായി NDA ഭരിക്കുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടരുന്നു. ആ ഒരു ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ മുതലെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് RJD കിണഞ്ഞു പരിശ്രമിക്കുന്നത്. പക്ഷേ മുന്നണി എന്ന രീതിയിൽ അവിടെ കോൺഗ്രസും CPM-ഉം CPI-യും CPM-ലും ഉൾപ്പെടെ ഇടതു പാർട്ടികളും ദുർബലമായതുകൊണ്ട് തന്നെ ആ മുന്നണിക്ക് മുൻപോട്ട് പ്രചരണത്തിൽ വരാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടം നടത്താൻ RJDക്ക് സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രമുഖ വ്യക്തികൾ, നിലവിൽ ഉപമുഖ്യമന്ത്രിയും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സാമ്രാജ് ചൗധരി, നിലവിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജ് പ്രതാപ് യാദവ് തുടങ്ങി പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്.